ഞങ്ങൾ അലി ഉസ്താദിനെ കാണും. ഞാൻ എൻ്റെ കുട്ടികളും ശൈഖുനായെ വല്ലാതെ സ്നേഹിച്ച ശൈഖുനായുടെ ഒരു ശിഷ്യനും കൂടിയായ മഹാനായ അലി ഉസ്താദ് അല്ലാഹു തആല അവരെ ദർജ ഏറ്റി കൊടുക്കും. ഉഖർബിയ ഉലമായിൽ അല്ലാഹു നൽകുന്ന എല്ലാ പവറുമുള്ള വലിയ സ്ഥാനത്തേക്ക് അല്ലാഹു അവരെ ഉയർത്തി അനുഗ്രഹിക്കട്ടെ. വലിയ ശിഷ്യ പരമ്പരയുള്ള അല്ലാഹുവേ അവിടുത്തെ ശിഷ്യ പരമ്പരയും സന്താന പരമ്പരയും അവർക്ക് നാളെ മഹ്ശറിൽ സന്തോഷിക്കാൻ ലോക മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുള്ളവരായി, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉപകാരമുള്ളവരായി ആ രണ്ട് പരമ്പരയും ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. വല്ലാത്തൊരു മഹാനായി നമ്മളെ സമസ്തയിലെ പ്രഗത്ഭനായ ആലിമാണ്, മുഷാവറയിലുള്ള വലിയ ആലിമാണ്. അപ്പൊ അവര് ക്ഷീണം വല്ലാതെ കൂടിയപ്പോ ഒന്ന് കാണാൻ പോകാന്നുള്ളത് ഞങ്ങള് പുറപ്പെട്ട് കണ്ണൂരെത്തിയപ്പോ എന്റെ കൂടെയുള്ള മോന് പരിചയമുള്ള ഏതോ ആളെ വിളിച്ച് അങ്ങനെ ഞങ്ങളിങ്ങനെ ഉസ്താദിനെ കാണാൻ വേണ്ടി പുറപ്പെടും. ഞങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ പോയത്. നല്ല ക്ഷീണാണ്, സംസാരിക്കാനോ കൈ അയക്കുന്ന ഞങ്ങൾ പോയി വെക്കുന്നത്. കണ്ണൂരെത്തിയപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി വിളിച്ചത് ഓരുടെ ഖാദിമിനെയാണ്. ഖാദിമിനെ വിളിച്ചപ്പോ ഖാദിമ് തീർത്തവരണം വന്നിട്ട് കാര്യമില്ല, കാണാൻ കഴിയില്ല. 15 ദിവസത്തോളമായി ആരോടും സംസാരിക്കുന്നില്ല. മാത്രമല്ല അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ കൊറോണന്റെ മുഹൂർത്ത സമയം തന്നെ, കഴിഞ്ഞ മുഹൂർത്ത സമയത്തിലാണ്. അപ്പൊ നിങ്ങള് വന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങൾ കണ്ണൂരെത്തി. ഈ ഖാദിമിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കണ്ണൂരെത്തി. ഏതായിരുന്നാലും ഞങ്ങളാണ് വന്നു പോകുന്ന ഒരു കൂലി തന്നെ ഞങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങളാട്ട് കൂലിന്ന. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. ഉടനെ ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു, അലിക്കുഞ്ഞ് പറഞ്ഞെന്ന് പറഞ്ഞു വെച്ചാൽ അയാത്ത് കാലത്താട്ടെ വഫാത്തിന് ശേഷമാട്ടെ എന്ത് പ്രശ്നമാണെങ്കിലും പരിഹാരം ഉണ്ടായിരുന്നു. അങ്ങനത്തെ അലിക്കുഞ്ഞ് ഉസ്താദിനെ നമ്മൾ കാണാൻ പോകുന്നു. ഓതിയുടെ ഫാത്തിഹ 11 ഫാത്തിഹ ഖുതുബുല്ലാലമിന്റെ പേരിലാണ് ഒതുക്കി കണ്ടിട്ടെല്ലാം നമുക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങള് ആ കാറിന് 11 ഫാത്തിഹ ഓതി. 11 ഫാത്തിഹ ഓതിയിട്ട് ഞങ്ങൾ അടിച്ചെന്ന് അവിടെ എത്തി. ഗേറ്റിങ്ങിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രവേശനമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഗേറ്റ് ഒന്നും ഇങ്ങനെ ഞങ്ങൾ ഉന്തി നോക്കി. ഗേറ്റ് ഉന്തിയപ്പോ അതാട്ട് തുറന്നപ്പോ ഞങ്ങൾ കാറാട്ട് കയറ്റി. അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശൈഖുനായുടെ മകൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു, മജീദ് ഉസ്താദ്. അവനാ മൂപ്പരറിയും. അങ്ങനെയാണ് കോലയിലേക്ക് കയറ്റി. നിങ്ങൾക്ക് ആരെ ഇത് തുറന്നെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആരെ ഗേറ്റ് തുറന്നെന്ന് ചോദിച്ചു. ഞങ്ങളൊന്നും ആരും തുറന്നല്ല, ഞങ്ങളിങ്ങനെ ഒന്ന് നോക്കിയതന്നെ. ഇപ്പൊ അങ്ങോട്ട് തുറന്നപ്പോ തുറന്നതാണ്. കുറ്റിയൊന്നും ഇട്ടില്ല അതിന്, അല്ലെങ്കിൽ കുറ്റിട്ടാണല്ലോ. ഏതായാലും കുറ്റിയാരാ പറഞ്ഞാൽ നമുക്കറിയില്ല. ഞങ്ങളിങ്ങനെ ഒന്നിയപ്പം ഇങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ ഒരു കയറ്റിയിരുത്തി സംഭവമൊക്കെ പറഞ്ഞു. 15 ദിവസത്തിൽ കഴിഞ്ഞു. തീരെ സംസാരിക്കാറില്ല. പക്ഷെ ഏതായാലും ഇന്ന് ഒരു ഔറാദൊക്കെ ചെല്ലിയിരുന്നു. പതുക്കെയാട് ഇരുന്നിട്ട് ഞാനൊന്ന് ബന്ധപ്പെട്ടു നോക്കട്ടെ. അങ്ങനെ ഈ മകൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. മജീദ് ഉസ്താദ് വന്നിട്ടുണ്ട്, ചീന്റെ വള്ളിയിലുണ്ടായിരുന്നു. ആ പൈക്കോട് ഒരു വന്നോട്ടെ. അങ്ങനെ ഞങ്ങൾ ദീർഘനേരം ഉസ്താദിന് മുമ്പിലിരുന്ന് ജോലി പറഞ്ഞ് കയ്യൊന്നും പിടിക്കണ്ട, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ്. ഞങ്ങൾ കയ്യൊന്നും പിടിച്ചില്ല. ഞങ്ങൾക്ക് പല ഉപദേശങ്ങൾ ചെയ്തെന്ന് സന്തോഷത്തിൽ ഞങ്ങൾ മടങ്ങിപ്പോയി. ഓരോ അകത്തേക്ക് പോയി. പിന്നെ ഈ മോൻ ചോദിക്കും നിങ്ങൾ എന്താ ചെയ്തത്. 2 തങ്ങന്മാര് വന്നിട്ട് കാണാൻ കഴിഞ്ഞില്ല. തീരെ പ്രവേശനം. നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞു അലിക്കുഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ എല്ലാവിടെ കബൂലാണല്ലോ. അങ്ങനത്തെ ഉസ്താദിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ശൈഖുനാക്ക് 11 ഫാത്തിഹ ഓതിക്കോളി, ഞമ്മക്ക് കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത്. അപ്പൊ അത് തന്നെ നന്നായി കണ്ട്